ഓഫീസിലേ അവർ ഇന്നലെ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് എന്താ കൊണ്ടുവരണേ താത്താന്ന് പറഞ്ഞു. കൊണ്ടുപോകാണ്ട് പോണത് മോശമല്ലേ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കരണ്ടിയും പിന്നെ കറിയാക്കാൻ പാത്രവും രാവിലെ കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഹോട്ടലിൽ വന്നിട്ട് രാവിലെ കഴിച്ചത്. എന്ന് വെച്ചാൽ പള്ളിയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പ്രിപ്പയർഡ് ആയിട്ടാട്ടോ വന്നിരിക്കണേ. കഴിക്കാൻ വേണ്ടി മാത്രമല്ലേ ഉള്ളൂ. ഇത്തിരി കറിയും കൂടെ ആക്കട്ടെ. നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം കായച്ചാറ്. ഇക്കാൻ്റെ നാട്ടിലൊന്നും ഇല്ല കേട്ടാ ഈ കായച്ചാറ് പറയുന്ന സംഭവം. കായച്ചാറ് നമ്മുടെ പാലക്കാട്, തമിഴ്നാട്. എൻ്റെ പൊന്നോ, ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം കണ്ടേക്ക. ഞങ്ങളുടെ പാലക്കാട് സ്പെഷ്യൽ കായച്ചാറ് കണ്ടത്. പിന്നെ വാഴയ്ക്കയും പണ്ട് കല്യാണത്തിന് മുമ്പാണ് വലിയ വലിയ കുമ്പളങ്ങ, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ് ഒക്കെ കിട്ടും. ഈ ഉരുളക്കിഴങ്ങെല്ലാം കൂടെ കുഴിച്ച് അവിടെ നിന്ന് ഗ്യാസിൻ്റെ രസം ഉണ്ടാകും. ഗ്യാസ് വില കൂടുതലല്ലേ. ഇങ്ങനെയൊന്നും പറഞ്ഞ നാണം കെടുത്താതൊക്കെ. ഇതില്ലേ ഇവിടെ നിന്ന് തന്നെ എടുത്തില്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ഓഫീസിന് താഴത്ത് കുറെ കടകളില്ലേ, മറ്റേ ചായക്കടകൾ, അവിടെ കുറെ ഗ്യാസ് കൊടുത്തു. കളിയാക്കണ്ട. വീട്ടിൽ കൊണ്ടുവന്ന് അറിയണ്ട. ഓൾറെഡി കാണുന്ന വീഡിയോ കാണുന്നവരൊക്കെ എന്നെ കളിയാക്കും. പിന്നെ ഇക്കാൻ്റെ ഭാഗ്യം കൂടെ എന്നെ കളിയാക്കണ്ട. പിന്നെ എന്താണ്ട് ഇത് കറിയും ഒരു പാത്രത്തിൽ ചോറും കൊടുത്തു. ഈ കരണ്ടി ഞാൻ ഇതിനകത്ത് തന്നെ ഇടാം. നമ്മൾ വീട്ടിൽ പോയിട്ട് എടുക്കാനുള്ളതല്ലേ. ഇനി വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം ഞാൻ എൻ്റെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കൊണ്ടുപോകണം. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങാൻ നിന്നപ്പോൾ എനിക്കൊരു ചോക്കോ ബാർ കഴിക്കാൻ കൊതിയായി കേട്ടോ. അങ്ങനെ ഞാനൊരു കോഫീൻ്റെ ചോക്കോ ബാറാണ് മേടിച്ചത്. ഇക്കാക്ക് വേറെ എന്തൊരു ചോക്കോ ബാർ. അപ്പോൾ ഇക്ക പറയുകയാണ്, എനിക്ക് എന്താടി നീ ചെറുത് മേടിച്ചെന്ന്, നീ വലുതും മേടിച്ചല്ലേന്ന്. ഇനിയിപ്പോൾ എന്തായാലും പൊട്ടിച്ചില്ലേ, കഴിച്ചല്ലേ പറ്റുമോ. അങ്ങനെ ഞാൻ ഇക്കാൻ്റെ ചോക്കോ ബാർ പൊട്ടിച്ചപ്പം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കോഫിയുടെ ചോക്കോ ബാർ ആയതുകൊണ്ട് കോഫിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.